ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓവൻ ഇല്ലാത്ത സ്റ്റൗ ടോപ്പിൽ എങ്ങനെ നമുക്ക് ബൺ ഉണ്ടാക്കാമെന്ന റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി ഞാനിവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇളം ചൂട് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് 10 മിനിറ്റ് ഫെർമെൻ്റ് ആവാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡോ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇത്രയും നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫെർമെൻ്റ് ആവാൻ മാറ്റി വെച്ച പാൽ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ കുഴക്കുന്ന മാവ് നല്ല രീതിയിൽ പുളിച്ച് പൊങ്ങി വരണം. അതുപോലെ തന്നെ നല്ല മയത്തിലായിരിക്കണം നമ്മൾ കുഴക്കേണ്ടത്. എങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ബണ്ണ് കിട്ടത്തുള്ളൂ. ഞാൻ ഇവിടെ ഒരു ഏകദേശം 5 മുതൽ 8 മിനിറ്റ് വരെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് പൊങ്ങാൻ വേണ്ടി നല്ല കവർ ചെയ്ത് 2-3 മണിക്കൂർ നല്ല വാം പ്ലേസിൽ മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഡോ നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി മൈദ ഒന്ന് തൂവി എന്നിട്ട് നമുക്ക് ഈ ഡോനെ ഒന്ന് റോള് പോലെ ആക്കി ഡിവൈഡ് ചെയ്ത് ഒരു 6 പോർഷൻ ആക്കി എടുക്കാം. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് ഇതുപോലെ മടക്കി ഒരു ബോൾസ് ആക്കി എടുക്കണം. ഇനി ഇതിനെ ഞാൻ ഇഡ്ഡലിയുടെ തട്ടിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ഇതിലേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു 45 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു കിച്ചൺ ടവൽ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാൻ. ഇപ്പം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കോൾഡ് മിൽക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എഗ്ഗൊന്നും ആഡ് ചെയ്ത റെസിപ്പി അല്ല. എഗ്ഗൊക്കെ ആഡ് ചെയ്ത റെസിപ്പി ആണെങ്കിൽ നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെയൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബണ്ണ് ഒരു നല്ലൊരു കളർ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇഡ്ഡലിയുടെ ഈ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് അരമണിക്കൂർ വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബണ്ണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മെൽറ്റഡ് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബണ്ണ് ക്രാക്ക് ആവാതെയും അതുപോലെ തന്നെ ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ്.
ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ബണ്ണൊന്ന് ചൂടാറാൻ വെക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ സോഫ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ആൻ ജേക്കബിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ. ഞാൻ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറുണ്ട്, ഇന്ന് പറയാൻ വിട്ടുപോയി ലാസ്റ്റ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.